കാപ്പിയൊക്കെ കുടിച്ചോ? തന്നില്ല ഇത്? ഇതിനോട് പറഞ്ഞ പോയത് അമ്മയ്ക്ക് കൊടുക്കണം. പറ്റിയില്ല, തന്നില്ലല്ലേ? ഈ വീഡിയോ കണ്ടിട്ട് എന്നെ പറ്റിയൊക്കെ ഓരോന്ന് മോശം പറയും. ഞാൻ എന്നെ മോശപ്പെട്ട സ്ത്രീയാണ്. പിന്നെ എന്നാ ജോനെ പറഞ്ഞത്, ഞാനിത് അധികം കമൻ്റൊന്നും അധികം വായിക്കാൻ പോയില്ല. അതുകൊണ്ട് എനിക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ മോശപ്പെട്ടതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനാവും. ടെൻഷൻ കയറ്റി വെച്ച് BP കൂട്ടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അധികം അങ്ങനെ വായിക്കാൻ പോയില്ല. പിന്നെ ഇടയ്ക്കെങ്ങാനും ഒന്ന് നോക്കുമ്പോൾ കാണുന്നതൊക്കെയാണ്. അവര് ഞാൻ ചെയ്യുന്ന ഒരു നന്മ അവർ ഇതുവരെ ഒരു കമന്റിലും പറഞ്ഞിട്ടില്ല. അവർ ഈ ബാഡ് കമന്റ്സ് മാത്രമേ ഒരു പോസിറ്റീവ് ഒരു കമന്റ് നമുക്ക് ഇട്ടിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. സ്ത്രീയാണോ പുരുഷനാണോ? അത് പേരെങ്ങനെയായിരുന്നു? പേര് എൻ്റെ 2 വാക്കേ ഉള്ളൂ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒന്നും എനിക്കറിയത്തില്ല. ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയത്തില്ല. പേരൊന്ന് നോക്കിയാൽ അറിയായിരുന്നു. അപ്പം ഒന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അതിനെതിരെയുള്ള വ്യക്തിയായിരിക്കും. അവർക്ക് ഇത് എങ്ങനെയാണത് മനസ്സിലാക്കി എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാക്കി എടുക്കുന്ന രീതി തെറ്റായ രീതിയിലായിരിക്കും അവരത് മനസ്സിലാക്കി എടുക്കുന്നത്. ഒന്നും ഇവിടെ ചെയ്യാറില്ല. ഞാൻ അങ്ങനെയാ സംസാരിക്കുന്നതും സീരിയലിന്റെ അകത്തൊക്കെ ഓരോ പെണ്ണുങ്ങളെ എടുത്തു ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ കാണുമ്പോ അവർക്ക് അവരെ ചിലപ്പോ ഇഷ്ടമില്ലായിരിക്കാം അല്ലേ? നമ്മൾ അവരുടെ ഭാഗത്തു നിന്നും പറയണ്ടേ? അതിപ്പോ അവര് ഒരു കഥാപാത്രം ചെയ്യുന്നതല്ലേ. പക്ഷെ ഇതൊരു ബേസിക്കലി നമ്മളെ ഇവര് വീഡിയോ കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അവര് നമ്മളെ നേരിട്ടുള്ള ജീവിതം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് മാത്രമേ നമ്മളെ കുറിച്ച് അറിയത്തുള്ളൂ, ഇവിടെ വന്ന് കണ്ടുള്ളൂ. ബാക്കിയുള്ളവർ ഈ വീഡിയോ കണ്ടുള്ള കമന്റ് മാത്രം പറയുന്നത്. അവർ വീഡിയോ കാണുന്ന ആ കാഴ്ച കാണുന്ന കാര്യങ്ങൾ മാത്രം എക്സ്പ്രഷൻ ചെയ്യുന്നുള്ളൂ. എല്ലാ ദിവസവും തന്നെ ആയാലും ചീത്ത കാര്യങ്ങളല്ലല്ലോ. എന്നും അവര് നല്ലതൊന്നും അവർക്ക് പറയാനില്ല. മോശം എന്തെങ്കിലും ഒരു എപ്പിസോഡിലുണ്ടോ അവരതുമായിട്ട് പൊക്കി പിടിച്ചോണ്ട് വരും. അത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. നന്മയൊന്നുമില്ല. ഈ തന്മയും തിന്മയും പറയുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാം. എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങനെ മനസ്സിലായി. ചിലപ്പോൾ ഞാൻ ഇച്ചിരി ഒച്ച പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയുന്നതായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്നും പറയുന്നതല്ല. ഇത് ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളല്ല. അത് ഇനിയും ഞങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് അങ്ങനെയാണോ, ചേട്ടന്മാരങ്ങനെ സഹായിക്കാഞ്ഞിട്ടാണോ, അത് അങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്. അങ്ങനെയൊന്നും അല്ല. ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയണം. ചിലവർക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഉത്തരവാദികളല്ല. അതെ, അത് നമ്മുടെ കുഴപ്പമല്ല തോന്നുന്നതിനകത്ത്. കാരണം നമുക്ക് ഇവിടെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഈ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ വന്ന് റെഗുലറായിട്ട് വന്ന് ഈ ഇത് കാണുമ്പോൾ മാത്രം വന്ന് കമൻറ്റ് ചെയ്യുന്നവരുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതാരാണല്ലോ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ ഇപ്പം കുറ്റം പറയുന്നു. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, ജോമോനോട് ചോദിച്ചിട്ടുണ്ട്, ഇതിപ്പം നോക്കാതിരിക്കുന്നതല്ലേ? അതായത് മാതാപിതാക്കളെ നമ്മൾ നോക്കാതിരിക്കാന്ന് പറയരുതെന്ന് പറയുന്നുണ്ട്. നോക്കാന്ന് ഞാൻ എന്ത് വാക്കാ അവര് അതിനെ ഉൾപ്പെടുത്തേണ്ടത് എനിക്കറിയത്തില്ല. എലിക്കുട്ടി എന്ന് വിളിക്കുന്നത് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. അമ്മയെന്ന് പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇരിക്കുക. ഏത് അമ്മയാന്ന് അമ്മ വിചാരിക്കുന്നത്. എന്നാൽ എലിക്കുട്ടി എന്ന് പറഞ്ഞ എലിക്കുട്ടി അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് പെട്ടെന്ന് പിടുത്തം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കുട്ടി വിളിക്കുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്നവർക്കാണത് മനസ്സിലാകാത്തത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ചിലവർ എന്നോട് ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കറിയാം. എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷെ അത് എപ്പോഴും എന്താ പറയുക, അത് മോശമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കരുത്. നമ്മൾ എന്നും എന്നിങ്ങനെ കമന്റിന് ഇങ്ങനെ പറയുകയെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഇഷ്ടക്കേടുണ്ടാവുമായിരിക്കും. ഒരൊറ്റ കാര്യം പോലും കണ്ടിട്ട് ഇത്രയും നാള് നമ്മൾ ഒരു 1.5-2 വർഷത്തോ 1.5 വർഷമൊക്കെ കഴിഞ്ഞില്ലേ, ഒരിക്കലും അവർ നല്ലത് പറഞ്ഞിട്ടില്ല. മോശം എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയും. എന്നാൽ ആദ്യം മുതലുള്ള വീഡിയോ കണ്ടിട്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കമന്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പേരൊന്ന് പറഞ്ഞു. ആദ്യം മുതലേ ഈ വീഡിയോ കാണുകയും അതിനെ വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് ആ വീഡിയോയ്ക്ക് അനുസരിച്ച് നല്ല രീതിയിലുള്ള കമന്റുകളും കൃത്യമായി അനലൈസ് ചെയ്ത് കമന്റ് ചെയ്യുന്ന ആൾ സജീവ MP എന്നല്ലേ പറഞ്ഞത്, ആ വ്യക്തിയാണ്. അത് പിന്നെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. 95% ആള് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും. പിന്നെ അതില് ഒരു 90 ഒക്കെ പറയുന്ന ആൾക്കാരുകളും ഉണ്ട് കേട്ടോ. അവരുടെ പേരൊന്നും ഇപ്പം ഞാൻ ഓർത്ത് ഇരിക്കുന്നില്ല. ഞാൻ എന്നും തന്നെ അങ്ങനെ കമന്റ് വായിക്കാറില്ല. നമ്മളിപ്പോൾ കമന്റ് ഇനി നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കമന്റിനനുസരിച്ചുള്ള ഓരോ ദിവസത്തെ കൂടെ എക്സ്പ്ലനേഷൻ ചെയ്യാതെ അങ്ങനെ ഞങ്ങൾ ആലോചിക്കുവാണ്. കാരണം ഈ ഒത്തിരി വൈഡായിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കാണുന്നവർ കുറച്ച് പേരുണ്ട്. അവരത് ആദ്യം പോലെ കാണുന്നതും അത് കൃത്യമായിട്ട് അതിൻ്റെ നാൾവഴികൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അവർ അത് അനലൈസ് ചെയ്ത് കാണുന്നുണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെ കാണാത്തവരാണോ ഈ ബാഡ് കമൻറ്റ്സ് കൂടുതൽ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ അവർക്ക് എന്താ പറയുന്ന മാതാപിതാക്കന്മാരെ നോക്കുന്നവരോട് എന്തോ വെറുപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്ന എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്.
അല്ലാതെ എന്നതാ എന്നാ അവരോട് ഒരു നല്ല ഒരു രീതിയിൽ അവരെ നല്ല രീതിയിൽ കാണുകയല്ല ചെയ്യേണ്ടത്. വീഡിയോ ഇങ്ങനെ ഇട്ടതുകൊണ്ടല്ലേ ഇവര് കമന്റ് ഇടാൻ വരുന്നത്, അല്ലെങ്കിൽ വരുമോ? അത് വേറെ കാര്യം. ഞാൻ പള്ളിയിൽ പോയപ്പോൾ ജോമോനാണ് അമ്മയ്ക്ക് കാപ്പി കൊടുക്കുന്നത്. വിവാനും ഇവിടെ ഇല്ല, വിവാൻ കോളേജിൽ പോയി. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. വീഡിയോയിലോട്ട് പോകാം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ രാവിലെ അമ്മ എടുക്കും നോക്കട്ടെ. അമ്മ രാവിലെ കിടക്കുവാണ്. പല്ല് തേച്ചായിരുന്നോ? പല്ല് തേച്ചായിരുന്നോ? പല്ല് തേച്ചായിരുന്നോ? പല്ല് തേച്ചായിരുന്നോ എന്ന്? എന്നാ പൽപ്പൊടി എടുത്തോണ്ട് വരട്ടെ. പൽപ്പൊടി എടുത്തോണ്ട് വരട്ടെ. ഞാൻ പൽപ്പൊടി എടുത്തുകൊണ്ട് കൊടുക്കാം. ജോമോള് രാവിലെ പള്ളിയിൽ പോയതാണ്. പിന്നെ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് നമുക്ക് നമ്മൾ പൽപ്പൊടി എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ചില ദിവസങ്ങളിൽ പല്ല് തേച്ചാന്നൊക്കെ അമ്മ പറയും, ചില ദിവസങ്ങളിൽ കുഴപ്പമില്ലാതെ പറയും. ഇതാണ് അമ്മയുടെ രീതികളൊക്കെ. നമ്മ കൈയൊക്കെ നെറ്റിപ്പിടിച്ച് മതി. തേച്ചോ, നമുക്ക് കഴിച്ചേക്കാം. പല്ല് പെട്ടെന്ന് തേച്ചോ, നമുക്ക് കഴിച്ചേക്കാം. രാവിലെ കാപ്പി കുടിക്കണ്ടേ? രാവിലെ കാപ്പി കുടിക്കണ്ടേ? പെട്ടെന്ന് തേച്ചോ. അപ്പം അമ്മ പല്ല് തേക്കണ സമയത്ത് അമ്മയ്ക്കുള്ള കാപ്പി എടുത്ത് വെക്കാം. അമ്മ ഒത്തിരി ഒന്നും കഴിക്കില്ല കേട്ടോ. കണ്ടമാനമൊന്നും അമ്മ ഭക്ഷണം പണ്ട് പോലെ കഴിക്കില്ല. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ ഉണ്ടേ. ഒരെണ്ണം അവിടെ കിടന്ന് തീറ്റ കഴിഞ്ഞിട്ട് കാറുന്നുണ്ട്. നമ്മുടെ പൊന്നുക്കൊച്ച് അവിടെ കിടന്ന് കാറുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് രാവിലെ നമ്മൾ ദോശയാണുള്ളത്. ദോശ കൊടുക്കാൻ പോവാണ്. ഒരു ദോശ അല്ലെങ്കിൽ രണ്ട് ദോശ കൂടുതൽ അമ്മ പൊതുവെ കഴിക്കില്ല രാവിലെയൊക്കെ. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ദോശ രാവിലെ എടുത്ത് കൊടുക്കുകയാണ്. ചമ്മന്തി സാമ്പാറൊന്നും പിന്നെ ചമ്മന്തി ആണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇഷ്ടം. സാമ്പാർ അങ്ങനെ കൂട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ നമ്മൾ പഞ്ചസാര ഇട്ടാണ് കൊടുക്കുന്നത്. അതിലേക്ക് ഇഷ്ടം അമ്മയ്ക്ക് പഞ്ചസാരയാണ്. അതുകൊണ്ട് നമ്മളിപ്പം പഞ്ചസാര ഇട്ടാണ് അമ്മയ്ക്ക് ദോശ കൊടുക്കുന്നത്. ആദ്യം ഒരു ദോശ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ കൊടുക്കും. പൊതുവേ അമ്മ രണ്ടെണ്ണമൊക്കെ കഴിക്കാറുള്ളൂ, ചിലപ്പോൾ പറഞ്ഞേ കഴിക്കുകയുള്ളൂ. അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഭക്ഷണം കഴിപ്പൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയെ കുടിക്കും നന്നായിട്ട്. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാത്രമാണ്. ഈ പ്രായമായവർക്കൊക്കെ പൊതുവേ ഈ മധുരത്തോടാന്ന് തോന്നുന്നു കൂടുതൽ താല്പര്യം തോന്നുന്നല്ലേ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിനകത്താണോ യൂട്യൂബിനകത്താണോ കൊണ്ടൊരു അപ്പാപ്പൻ ചോറിനകത്ത് പഞ്ചസാര ഇട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിന് മധുരമുകുളങ്ങളായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. അതുകൊണ്ടായിരിക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായം പറ, അറിയാവുന്നവരുണ്ടെങ്കിൽ. നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയയില്ല. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ചൂടുവെള്ളം കൂടെ എടുത്ത് വെക്കണം. ചൂടുവെള്ളം കപ്പിനകത്ത്, ചെറിയ കപ്പിനകത്താണ് കൊടുക്കുന്നത്. വെള്ളം തിളപ്പിച്ചത് ഇവിടെ ഇതിനകത്തുണ്ട്. ഇത് കൊടുക്കുക. അപ്പോൾ അമ്മ പല്ല് തേച്ച് വരുന്നോടം വരെ നമുക്കിതിവിടെ വെച്ച് കൊടുക്കാം. നമ്മുടെ സ്ഥിരം സീറ്റാണിത്. ഇവിടെ ഇരുന്ന് സ്ഥിരം കഴിക്കുകയുള്ളൂ. വെള്ളം കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഒന്ന് മൂടി വെച്ചേക്കാം. വല്ല ജീവികളൊക്കെ വന്ന് വീഴുമെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റ് എടുത്ത് മൂടി വെച്ചേക്കാം. അമ്മ പല്ല് തേച്ച് കഴിഞ്ഞോ എന്ന് നോക്കിയേക്കാം. പല്ല് തേച്ച് കഴിഞ്ഞോ എന്ന് നോക്കിയേക്കാം. പല്ല് തേച്ച് അമ്മ കഴുകാൻ പോയിരിക്കുകയാണ്. ബാത്റൂമിലാണിപ്പോൾ. പല്ല് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇപ്പം നമ്മുടെ പൊന്നിക്കൊച്ച അവിടെ കിടന്ന് കരയുന്നുണ്ട്. എന്നാ നോക്കിയേക്കാം. പൊന്നിക്കൊച്ചൻ രാവിലെ പോതയില്ല ഞാൻ വെട്ടിയിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ വെളുക്കണി ഏക്കുമ്പോഴേ കിടന്ന് കാർ ചെയ്യണം. നമ്മൾ ചുമ്മാ കിടന്ന് കാർ ഒരുത്തൻ മുകളിലോട്ട് നോക്കി നിൽക്കുന്നു. ഇവൾ എന്നെ അടുക്കുവാൻ നോക്കട്ടെ. അമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം കൊണ്ട് തീറ്റ കഴിഞ്ഞോടി? തീറ്റ കഴിഞ്ഞോ? തിന്നാ മൊത്തം
തിന്നില്ല അവിടെ എല്ലാം കിടക്കുവാണല്ലോ അതെ ഉണ്ടോ ഇവിടെ എല്ലാം മാറ്റിയിട്ട് ഇവിടെ തിന്നാൻ ഭയങ്കര മടിച്ചു കേട്ടോ ഇവർക്ക് പുല്ല് കെട്ടി തിന്നുന്നതാണ് ഇവർക്ക് ഇഷ്ടം സൈഡിൽ മുഴുവൻ കിടക്കുക ഏതൊക്കെ തിന്നേ തള്ളി തള്ളി അങ്ങോട്ട് മാറ്റി മാറ്റി ഇടുള്ളൂ മുഴുവൻ വേസ്റ്റ് ആക്കണം തീറ്റ ഇത് വേസ്റ്റ് ആക്കാം അതെല്ലാം തിന്നേ അതെല്ലാം തിന്നെ തിന്നെ അതെല്ലാം തിന്നടി പന്നമ്മേ ഇതൊക്കെ തിന്നെ തിന്നോ അതിന് കേട്ടോ ഒരു കുട്ടി നടക്കാം ഇപ്പം ഇച്ചിരി തെളിച്ചമൊക്കെ ഉണ്ട് അന്തരീക്ഷം നല്ല തെളിച്ചമുണ്ട് പക്ഷെ ഭയങ്കര ചൂടായി ഇപ്പം ഭയങ്കര പുകച്ചിലാണ് മഴക്കാറുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല വൈകുന്നേരമൊക്കെ ഭയങ്കര പുകച്ചിലാണ് അപ്പം ജാക്കും അങ്ങനെ വാലക്കാട്ടി നിൽപ്പുണ്ട് ഓണമൊക്കെ പിടിച്ച് അപ്പോൾ നമുക്ക് അമ്മ പല്ല് തിരിച്ച് ബാത്റൂമിൽ കയറി വന്ന് നോക്കട്ടോ അവൾ തിന്നാൻ കഴിയില്ല അവളെ അതിന് കിടന്ന് കാറ് വേണം അവൾക്ക് പുറത്തിറങ്ങണം പുറത്തിറങ്ങിപ്പോയി പുല്ല് തിന്നണം അതിന് വേണ്ടിയാണ് അതെ അമ്മ വരുന്നുണ്ട് കഴിയാം എല്ലാം കഴിയോ കഴിഞ്ഞു എന്നാൽ കഴിച്ചോ ബാ എന്നാൽ ബാ കഴിച്ചോ ഉണ്ട് ആ പട്ടിക്ക് ഇപ്പോൾ തീരെ കൊടുക്കാൻ പറഞ്ഞ് കിടന്ന് ഒച്ചുണ്ടാക്കണം ഞാനിങ്ങനെ പോകുന്നതിന് എന്നെ കണ്ടു കഴിയുമ്പോഴാണ് അവന് സൂക്കേട് കൂടുതൽ വേറെ ആരെ കണ്ടാലും കുഴപ്പമില്ല ജാക്കുവിനെ തീറ്റ കൊടുക്കാൻ പറഞ്ഞേ ജാക്കു ഇവിടെ പട്ടി സാബുവാന്ന് ഓർത്തല്ലേ സാബു അല്ല നമ്മുടെ ജാക്കു നമ്മ കഴിച്ചോ ഇല്ലില്ല ഞാൻ കഴിക്കാൻ സമയമായില്ല അമ്മ ഇരുന്ന് കഴിച്ചോ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ അപ്പം ഇന്ന് ജോമോളെ ഒന്നും രാവിലെ അന്വേഷിക്കുന്നില്ല രാവിലെ ചോദിച്ചായിരുന്നു അവിടെ പോകുന്നൊക്കെ ചോദിച്ചായിരുന്നു അവൾ പള്ളി പോയപ്പോഴത്തേനെ പള്ളി പോയപ്പോൾ അവിടെ പോകുന്നൊക്കെ ചോദിച്ചായിരുന്നു പള്ളി പോകുന്നൊക്കെ പറഞ്ഞു ഇപ്പം വീട്ടിൽ വന്നിപ്പം മൂഡ് അങ്ങോട്ട് മാറ്റമുണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ ആരാ വരാനുള്ള ഇവിടെ ഇപ്പം ആരും വരാനില്ല കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമ്മളല്ലേ ഇവിടെ ഉള്ളൂ ചേട്ടായിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും ഇരിക്കാൻ മേലായിരുന്നു ഇരിക്കുക ഇവിടെ ഇല്ല കഴിച്ചില്ല കഴിക്കാൻ സമയമായില്ല അമ്മയ്ക്കിപ്പം നേരത്തെ തന്നല്ലേ അമ്മയ്ക്ക് 10 മണിയൊക്കെ കഴിക്കുള്ളൂ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇച്ചിരി ക്ഷീണമൊക്കെ ആയിരുന്നു ഉറക്കമൊക്കെ ആയിരുന്നേ വർത്തമാനം പറയാനും ഒക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്തായിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല ഉഷാറ് കാണുന്നുണ്ട് ചില ദിവസം ഇടയ്ക്ക് അങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്ക് ക്ഷീണം ഇങ്ങനെ പോയി കിടക്കും അവിടെ ഇങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കഴിക്കണം അമ്മ കഴിച്ചോ അമ്മ കഴിച്ച് കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ ഇല്ല കഴിച്ചില്ല ഡാമന് തീറ്റ കൊടുക്കുന്നതോടെ വരെ ഇനി നമ്മളിങ്ങനെ കിടന്ന് ഇത് വെച്ചുകൊണ്ടിരിക്കും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നെ കണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ മറ്റവനെ കണ്ടെങ്കിൽ കുഴപ്പമില്ല താനും എന്നെ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ പഞ്ചസാര കൊടുത്തുകൊണ്ട് അമ്മ ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാമ്പാറോ ചമ്മന്തിക്കാണ് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ പറഞ്ഞേനെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുമായിരുന്നല്ലോ കേട്ടോ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവസാനമാണ് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കാരണം തികയാതെ വല്ലതും വന്നാൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതിന് വേണ്ടി അപ്പം അവസാനം കഴിക്കുമ്പോഴത്തേനും തികഞ്ഞില്ലെങ്കിലും അവനവന് തന്നെ ഉണ്ടാക്കിയതാകുമ്പം തികഞ്ഞില്ലെങ്കിലും ആരും പരാതി പറയില്ലല്ലോ അപ്പം നേരത്തെ കഴിച്ചിട്ട് അവസാനം തന്നെ ആൾക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞുള്ള പരാതി ഉണ്ടായില്ലല്ലോ അപ്പം അങ്ങനെ ഉള്ള അമ്മയാണ് അയലിക്കുട്ടി അമ്മ മക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുത്ത ശേഷം അവസാനം മാത്രം അത് അമ്മ അടുക്കളയിൽ ഇരുന്ന് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ പുറത്ത് ഇങ്ങനെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ ചെറിയ പെരകളാണ് അവിടെ അടുക്കളയിലിരുന്ന് അമ്മ കഴിക്കുമായിരുന്നുള്ളൂ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഒരു ഭക്ഷണ യുഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മെഴുകിയ തറയിലിരുന്ന് കൊരണ്ടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഓർമ്മകൾ
ഉള്ളവരൊക്കെ ഒന്ന് പങ്കുവെക്കുക കേട്ടോ. പണ്ട് നമ്മൾ ക്വാറൻറ്റൈനിലിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഏതെങ്കിലും ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ നല്ല ഓർമ്മ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 90% ആൾക്കാരൊക്കെ, ഒരു 20% പേരെ വീട് വഴിയൊക്കെ വന്ന് ഡൈനിങ് ടേബിളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. മെഴുകിയ തറയും ഈ ക്വാറൻറ്റൈൻ. ഞാൻ പണ്ടത്തെ കാര്യം പറയേ, പണ്ടത്തെ കാര്യം നമ്മൾ ക്വാറൻറ്റൈനിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന കാര്യം. നമ്മൾ ക്വാറൻറ്റൈൻ ഇട്ടിരുന്ന് കാപ്പി കുടിക്കില്ലായിരുന്നു. വണ്ടി അത് ഓരോരുത്തർക്കും ഓരോ ക്വാറൻറ്റൈനാണ്, സ്പെഷ്യൽ ക്വാറൻറ്റൈനുകളാണ്. ആ ക്വാറൻറ്റൈൻ മറ്റാരും തൊടിയിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലം പുരോഗമിച്ചതനുസരിച്ച് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വന്നു. ചെറിയ ഡൈനിങ് ടേബിളൊക്കെ വന്നു, മേശകൾ വന്നു. ഡൈനിങ് ടേബിളല്ല, മേശകൾ വന്നു. മേശയുടെ പുറത്ത് ഡെസ്ക് മേശയൊക്കെ വന്നു. അതിൻ്റെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, അതിൻ്റെ പുറത്തിരുന്നല്ലോ കേട്ടോ, അതേ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സംവിധാനത്തിലോട്ട് വന്നു. എങ്കിലും അമ്മ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇല്ലേ, കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. പിന്നെ അമ്മ ഈ ഓപ്പണായിട്ട് വന്നിരുന്ന് ഇപ്പോൾ ഇവിടെ ഈ ഡൈനിങ് ടേബിളിലൊക്കെ വന്നിരിക്കുക എന്ന് കഴിക്കാൻ തുടങ്ങിയതും ഈ പറഞ്ഞ പോലെ ഈ അമ്മയ്ക്ക് വയ്യായിക വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് വരെ അമ്മ അടുക്കളയിലെ തട്ടായിരുന്നേ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. അതിപ്പം ജോമോള് വന്നാൽ പിന്നെ അമ്മ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ റെയറായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കഴിക്കാൻ വിളിച്ചാലും ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ വിളിച്ചാലും അടുക്കളയിൽ പോയിരുന്നേ അമ്മ കഴിക്കുമായിരുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ എലിക്കുട്ടിയമ്മ. അത് പേപ്പറാണ്, മുഖമൊക്കെ തുടയ്ക്കുന്ന പേപ്പറല്ലേ. ഒരെണ്ണം കൂടെ തരട്ടെ? ദോശ ഒരെണ്ണം കൂടെ തിന്നോ? ഇച്ചിരി തരാം, പകുതി തരാമെന്നാ. ഒരു പകുതി. പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര തീർക്കണ്ടേ? പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര തീരണ്ട. പഞ്ചസാര പഞ്ചസാരയല്ല, പഞ്ചാര തീർക്കണ്ടേ? ഒരെണ്ണം കൂടെ തരാം. പഞ്ചാര മതി, അത് തീർക്കണ്ടേ? അതവിടെ ഉണ്ടല്ലോ, ഇതിനകത്തുണ്ടല്ലോ പഞ്ചാര. ഇതുണ്ടില്ലേ? ഒരെണ്ണം കൂടെ തരാന്നാ. ഇല്ലേ? ഒരെണ്ണം കൂടെ തരാം. അപ്പം അമ്മ പൊതുവെ ഇങ്ങനെയാണ്, ഇത്രയൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ജോമോളുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചിലപ്പം ചോദിക്കും. ചിലപ്പോൾ അവളോട് പോയി ചോദിക്കുന്നുണ്ട്, പഞ്ചസാര തീരാനായിട്ട് ഉണ്ട്, അതിനും കൂടെ കൂട്ടി കഴിക്കാൻ തരാൻ പറയും. ഒരെണ്ണം കൂടെ തരട്ടെ? വേണ്ട. പഞ്ചസാര വേണ്ട, എല്ലാം അമ്മ പഠിച്ച് പെറുക്കി എടുക്കുവാണേ. മധുരം പ്ലേറ്റ് നമുക്ക് അടുക്കള കൊണ്ടോ കഴുകാം. പ്ലേറ്റ് അടുക്കളയിലോട്ട് കൊണ്ടുപോകണം. അടുക്കളയിൽ കൊണ്ടുപോകണം. അടുക്കള എവിടെയല്ലേ കഴുകുന്നേ? അയ്യോ, അടുക്കള അറിയത്തില്ലേ? അതല്ലേ അടുക്കള. അതൊക്കെ മറന്നോ? ഇത്ര പെട്ടെന്ന് മറന്നോ? അത് ഞാൻ മൂടി വെച്ച പാത്ര. എന്നാൽ കൈ കഴിക്കും. മരുന്നും കൂടെ തന്നേക്കാം. അമ്മയ്ക്ക് മരുന്നുണ്ട്, നമ്മുടെ മരുന്നും കൂടെ തന്നു കൊടുത്തേക്കാം. വെള്ളം വേണമെന്ന് പറഞ്ഞത്, വെള്ളം കൊടുത്തേക്കാം. ഇവിടെ ആരും ഇല്ലെന്നേ. പള്ളി പോയേക്കോല്ലേ? പള്ളിയിൽ പോയിരിക്കുവാ. അവനെ കൊണ്ട് ഒരു രക്ഷയില്ല. എടാ മിണ്ടായിരിക്കടാ, തരാടാ, നിനക്ക് തരാം. നീ അവിടെ കിടന്ന് പോവാതെ, സമയമായില്ലല്ലോ. പട്ടി അവനെ കിടന്ന്, അവന് എന്നെ കാണുമ്പോൾ അവന് തൂക്കടാ. അതേന്നേ, തീറ്റ കൊടുക്കാൻ പറഞ്ഞു. കിടന്ന് കാർച്ചത് കാർച്ച. ഇന്ന് പാത്രങ്ങൾ തട്ട വയ്ക്കുന്ന കാര്യങ്ങൾ മറന്നു പോയിരിക്കുന്നു. ഇന്നിപ്പം ഈ തട്ട തന്നെ കമത്തി വെച്ചിരിക്കുകയാണ്.
അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലെ വ്യത്യാസങ്ങളാണ്. ചില ദിവസങ്ങളിൽ അതുകൊണ്ട് വെക്കുമെന്ന് നോക്കാം. ഒത്തിരി വെക്കണം. വേണ്ട, ആ തട്ടാലോട്ട് വെച്ചാൽ പോരെ. അവിടെയല്ലേ വെക്കുന്നേ? മറന്നുപോയോ? ആ, അവിടെയല്ലേ നമ്മൾ സാറിന് വെക്കണേ. ഇന്നിപ്പോൾ അവിടെ വയ്ക്കുന്ന കാര്യം അമ്മ മറന്നുപോയി. ഇവിടെ ആരാ പെണ്ണുങ്ങൾ ഇപ്പോൾ എലിക്കുട്ടിയേ ഉള്ളൂ ഇവിടെ. ഇപ്പം എലിക്കുട്ടിയേ ഉള്ളൂ. എലിക്കുട്ടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ വരും എല്ലാവരും. വാ കഴുകുന്നില്ലേ? വാ കഴുക. വാ കഴുകിയില്ലല്ലോ. ഇല്ല, വാ കഴുകിയില്ല. ഇല്ലെന്നേ. വാ കഴുക. അവിടെ പോയി ഒത്തിരി ഒന്നും വേണ്ട. അവിടെ പോയി വാ കഴുക. വാ കഴുകണ്ടേ? ചായയോ? വാ കഴുകണ്ടേന്ന്. വാ കഴുകണ്ടേ? ചായയോ? ചായ അല്ലമ്മേ, വാ കഴുകണ്ടെന്നാ ചോദിച്ചേ. ഭക്ഷണം കഴിച്ചിട്ടേ വാ കഴുകിയില്ലല്ലോ. പശു കുടിച്ചിട്ടോ? പശു അല്ലെന്ന്. ഭക്ഷണം കഴിച്ചില്ലേ? ഇപ്പം കാപ്പി കുടിച്ചില്ലേ? കാപ്പി കുടിച്ചിട്ട് വാ കഴുകിയില്ലെന്നാ പറഞ്ഞേ. വാ കഴുകിയില്ലല്ലോ. എപ്പം? പഞ്ചസാര കൂട്ടി തിന്നുകൊണ്ട് ഇപ്പം അതിലോട്ട് വിചാരം പോകുന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു ഭാഗം മാറിയിരിക്കുകയാണ് ഇപ്പം. വാ കഴുകുന്നില്ലേ? വാ കഴുകുന്നില്ലേ? അപ്പം അതിലോട്ടുള്ള അത് വിട്ടു പോയിരിക്കുകയാണ്. അപ്പം പുറത്ത് ഇച്ചിരി നേരം ഇരിക്കണോ? പുറത്തിറങ്ങി ഇച്ചിരി നേരം ഇരുന്നാലോ? പിള്ളേരൊക്കെ നോക്കിയിരിക്കുമോ? പിള്ളേരൊക്കെ അമ്മേനെ നോക്കിയിരിക്കുമല്ലേ? അമ്മ എന്നെ എടുക്കുവാന്ന്. ഇന്ന് ഇച്ചിരി നേരം പുറത്തിറങ്ങി ഇരുന്നോ? ഇവിടെ ഇച്ചിരി നേരം പുറത്തിറങ്ങി ഇരുന്നോ? പുറത്തിറങ്ങി ഇച്ചിരി നേരം ഇരുന്നോളാം. ഇച്ചിരി നേരം ഇരിക്കാനേ. ചുമ്മാ കാറ്റ് കൊണ്ട് വർത്താൻ. ആ വഴിയെ വണ്ടി പോണ കാണാമല്ലേ? നമ്മുടെ വഴിയെ ആൾക്കാർ പോണു. അമ്മയ്ക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടോയെന്ന് കാണാലോ. അമ്മയ്ക്ക് പരിചയമുള്ളവരൊക്കെ പോകുന്നുണ്ടോയെന്ന് കാണാലോ. ആൾക്കാർക്ക് വരും. വഴിയെ ഇഷ്ടം പോലെ ആൾക്കാരല്ല പോകണം. അമ്മ എപ്പോഴും പറയുന്നില്ലേ, വണ്ടി ഇഷ്ടം പോലെ പോകണു, ആൾ പോകണു. അമ്മ എപ്പോഴും പറയുന്നല്ലേ. എന്നാൽ ഇവിടെ കസേര ഇരിക്കേ. പ്രാർത്ഥന എല്ലാം പോകണം. ഇവിടെ ആളുണ്ട്. ഞാനുണ്ടല്ലോ ഇവിടെ. ഞാനിവിടെ ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അതിനാ ഞാൻ കാര്യമില്ലേ? പിന്നെ ആരെയാ വേണ്ടേ? പെങ്കൊച്ചുങ്ങൾ അടുക്കള വേണോ? പെങ്കൊച്ചുങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ വരും. കിടക്കാൻ പോകണോ? ഇവിടെ ഇരിക്കുന്നില്ല. ആൺകൊച്ചുങ്ങൾ ഉണ്ടായിച്ചതിനെ കുഴപ്പം. പെങ്കൊച്ചുങ്ങൾ തന്നെ വേണം തന്നെ നിർബന്ധം. എലിക്കുട്ടിയമ്മേ, എന്നാൽ കസേര ഇരിക്കും ഇച്ചിരി നേരം. ഇച്ചിരി നേരം കാറ്റൊക്കെ ഉള്ളൂ. വെയിലൊക്കെ അടിക്ക്. കസേര ഇരിക്കുന്നുണ്ടോ? ഇച്ചിരി നേരേ ഇച്ചിരി നേരം കസേര ഇരിക്കാൻ. കസേരയിൽ ഇച്ചിരി നേരം ഇരിക്കാൻ. ചക്കയല്ല, കസേര ഇരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കസേരയിൽ ഇരിക്കുന്ന കാര്യം. തണുപ്പൊന്നുമില്ല. നല്ല ഇപ്പം നല്ല വെയിലാണ്. ഇച്ചിരി തണുപ്പ്, കാറ്റിൻ്റെ ഇച്ചിരി തണുപ്പുണ്ട് കേട്ടോ. എന്നാ കിടക്കാൻ പോകണം. ഇച്ചിരി നേരം നടക്ക്. ആരുമില്ലേ? വീട്ടിലോട്ട് പോയാൽ മതിയോ? നമ്മുടെ വീട് ഇതാ. എലിക്കുട്ടിയുടെ വീട് ഇതാ. പിന്നെ ഏതാ? വേറെ വീടൊന്നുമില്ല. എലിക്കുട്ടിയുടെ വീട് ഇതാ. ഇന്നിപ്പോൾ കാറ്റിന് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടേ. അതാണ് അമ്മ പറഞ്ഞത്. തണുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രാവിലത്തെ കാറ്റിന്. ഏത്? എന്നാ കസേര ഇരിക്കും. നിന്ന് കൊടുക്കാതെ. എവിടെ? ഇവിടെ നമ്മളല്ലേ താമസിക്കുന്നത്. ഇവിടെ നമ്മളാ താമസിക്കുന്നത്. ഇപ്പം ജോമോളെ ഒന്നും കാണാത്തതുകൊണ്ടാണ്. ഇപ്പം പെണ്ണുങ്ങളാരും ഇല്ല. കൊച്ചടുത്ത് വേണം. പെങ്കൊച്ചുങ്ങളടുത്തുണ്ടല്ലേ കാര്യമുള്ളൂ. എന്നാൽ അപ്പോൾ കിടന്നോ ഇനി. അപ്പോൾ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞ് പൊതുവേ ഒരു കിടപ്പുള്ളതാണ്. ചിലപ്പോൾ കിടക്കയില ഏറ്റു കൂടി നടക്കും. കിടക്കുന്നില്ലേ?
അവിടെ വല്ലവരും ഉണ്ടോ? എവിടെ? അവിടെ പഠിക്കാത്ത അവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. നോക്കി, അവിടെ ഞാൻ ആരെ കണ്ടില്ല. ഒന്നും ആരുമില്ല, ഒരു സ്ഥലത്തും ആരുമില്ല. നമ്മൾ എല്ലാവരും വിട്ടു പോയി. എല്ലാവരും വിട്ടുപോയോ? അതിനായിരിക്കും വിട്ടുപോയേ. അല്ലെങ്കിൽ ഇവിടെ കാളിയായി എന്നായിരിക്കും പോയെന്നായിരിക്കും. ആരുമില്ല. പാത്രമൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ വെറുതെ ആയിക്കൊണ്ട് എല്ലാവരും കഴി വെച്ചും പോയത്. അതുവരെ ജോലിക്ക് പോയതായിരിക്കും. എല്ലാവരും പോയി കേടാ. നിങ്ങളൊക്കെ പോയി കേടാ. കിടക്കാൻ സമയമായില്ല. കിടക്കണ്ട. നേരം വിളുത്തല്ലേ അമ്മേ. കിടക്കാൻ പോകണോ? അമ്മ പോയി അവിടെ കട്ടിലേ പോയി ഇരുന്നു. ചിലപ്പോൾ അങ്ങോട്ട് കിടക്കും, ചിലപ്പം പിന്നെ എണീറ്റ് വരും. ഇതിപ്പം ജോമോളയുടെ വിചാരം അങ്ങ് മാറി നിൽക്കുവാണ്. ആളെ കാണുന്നില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മ കിടന്നിരിക്കുകയാണ്. കിടന്നാലും ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും എണീറ്റ് വരും, ഓടി നടക്കും. അമ്മ കാപ്പി കൂടി കഴിഞ്ഞുള്ള മയക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ കിടന്നു. അവിടെ എല്ലാം പോയി നോക്കുവാണ്. അമ്മ ആളെ കാണുന്നില്ല. ജോമോളയാന്ന് തോന്നുന്നു നോക്കുന്നത്. എല്ലാ മുറി വഴിയും പോയി നോക്കുവാണ്. അടുക്കളയിൽ പോയി നോക്കി. എലിക്കുട്ടി എന്തിനാ എവിടെ നിൽക്കുന്നേ? എലിക്കുട്ടി എന്നാ നോക്കാൻ വന്നതല്ലേ? എലിക്കുട്ടിയെ അവിടെ എന്നതാ നോക്കണതെന്ന് നോക്കാൻ വന്നതാ. എലിക്കുട്ടി അവിടെ എന്നതാ നോക്കണതെന്ന് നോക്കാൻ വന്നതാന്ന്. അവിടെ എന്നതാ എടുക്കണത് നോക്കാൻ വന്നതാ. എന്നാ ചെയ്യും? നിങ്ങൾ ചെയ്യാനോട്ട് നിങ്ങൾ നോക്കും. ഞാൻ നേരത്തെ കുറേ വന്നു. ഇതിൻ്റെ ആവശ്യമില്ല. ആളെ കാണാത്തതിൻ്റെ കലിപ്പാണേ. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ അറിയാം. പിന്നെ മറ്റുള്ളവരെ കുറേ പിടിച്ചോണ്ട് നടക്കേണ്ട കാര്യമില്ല. അവരെ പഴിപ്പിക്കാൻ വഴി പഴിപ്പിക്കാനാണോ കുറേ നടക്കണേ? അവിടെ നോക്കിയിട്ട് ആളെ കാണുന്നില്ല. അതിൻ്റെ ദേഷ്യമാണ് ഇപ്പം. അവനവൻ്റെ കാര്യം നോക്കും. ജീവിക്കാറുള്ളൂ. തോഴികളുടെ ഒന്നും ആവശ്യമില്ലല്ലേ? എല്ലാവരും പോയോ? എല്ലാവരും വന്നു. ഇവിടെയുണ്ട്. പോയൊന്നുമില്ല, ഇവിടെയുണ്ട്. മയക്കൊക്കെ കഴിഞ്ഞ് ചുറ്റി കിടന്നിട്ട് കഴിഞ്ഞ് അടുത്ത കിടപ്പ് കിടന്നിട്ട് ഏറ്റു വന്നതാണ്. അല്ല, അടുത്ത കിടപ്പ് കിടന്നിട്ട് ഏറ്റു വന്നതാണ്. ഒന്ന് കറങ്ങി എല്ലായിടത്തും നോക്കി വെച്ചു. ആരാ വന്നിരിക്കണേ? നോക്കിയേ. ആരാ വന്നിരിക്കണേ നോക്കിയേ. ആരുമില്ലേ? അവിടെ ആണെന്ന് നിർബന്ധമില്ലല്ലോ. വേറെ മുറിയൊക്കെ ഇല്ലേ? നോക്കാം എവിടെയാന്ന് എനിക്കറിയത്തില്ല. ഞാൻ വള്ളിയിൽ പോയതാ. ആണോ? കാപ്പിയൊക്കെ കുടിച്ചോ? തന്നില്ല ഇത്? ഇതിനോട് പറഞ്ഞേപ്പിച്ചാ പോയത് അമ്മയ്ക്ക് കൊടുക്കണം. പറ്റിയില്ല. തന്നില്ലല്ലേ? എന്നാ അടിക്ക് കൊടുക്കാം. നമുക്ക് അടി കൊടുത്തേക്കാം. ഇവിടുന്ന് ഓടിച്ചേക്കാം. ഇവിടുന്ന് ഓടിച്ചേക്കാന്ന്. അതെന്തെങ്കിലും ചെയ്യട്ടെ. തന്നില്ല തരില്ല. പക്ഷെ ഓടിക്കട്ടല്ലേ? ഓടിക്കണതല്ലേ? പക്ഷെ അന്നേക്ക് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം ഏർപ്പെടുത്തിയിട്ടില്ല ഞാൻ പോയത്. എന്നിട്ട് തന്നില്ലല്ലേ? അതിനെക്കൊണ്ട് ഇതുവല്ലോ പറ്റുമെന്ന്. വീഡിയോ എടുക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ? നമുക്ക് കഴിക്കാം. കഴിച്ചില്ലെങ്കിൽ കഴിച്ചേക്കാം.
നീ മാത്രമേ ഉള്ളോ എവിടെയാ? ഇവിടെ ഇങ്ങോട്ട് വന്നു? ഞാൻ ഇപ്പൊ വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതിനെ ഏൽപ്പിച്ചല്ലേ പോയത്. ആണോ? ആ, ഞാനേ പള്ളിയിൽ പോയതാ. ഇവിടെ വേറെ അമ്മമാരാരും ഇല്ലേ? അമ്മയുണ്ടല്ലോ. അല്ല ഞാൻ വന്നല്ലോ അമ്മ. താമസിക്കുന്നില്ലേ? രണ്ടമ്മമാരുണ്ട് ഇവിടെ. പോരെ? അതുപോലെ ഒത്തിരി അമ്മമാരായ ഭയങ്കര പ്രശ്നമാവും ഇല്ലേ? പിന്നെ ആ, അത് കഴിച്ചായിരുന്നോ ദോശ? എന്നിട്ടാണോ കഴിച്ചില്ലെന്നൊക്കെ പറയണത്? എലിക്കുട്ടി കഴിച്ചെന്ന്. രോമൻ തന്നു, ദോശ തന്നു. ദോശ ദോശ ദോശ. ആ, നീ വേണ്ട. ആ തിന്ന്. വേണ്ട. ഒരെണ്ണേ കഴിച്ചുള്ളൂ. അതിനെ വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറയും. ആ, നോക്കട്ടെ നല്ല ഓറഞ്ചാണോ, നല്ല ഓറഞ്ചാണോ നോക്കട്ടെ. വാട്ടയാണോ? വാ, നോക്കി ഞാൻ നോക്കട്ടെ. മധുരമുണ്ട്. അല്ലാണോ? പുളി കുറവാ അല്ലേ? അരിവായി വളരെയില്ല. ഇല്ല, ചുമ്മാ തിന്നാം. ഞാൻ അവിടുന്ന് പഠിച്ചോണ്ട് വന്നേക്കാളും ഭേദാ. പക്ഷെ വിവാൻ കഴിഞ്ഞ ദിവസം എടുത്തത് നല്ല മധുരായിരുന്നു. മതി. അതുകൊണ്ട് തിന്നോ. ഞാൻ വല്ല കഴിക്കട്ടെ, വിശക്കുന്നു. പിന്നെ അമ്മയോടല്ല പറഞ്ഞത്, അമ്മയുടെ മകനെ ഈ തിരക്കി കെട്ടാൻ മേലായിരുന്നോന്നാ ചോദിച്ചേ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.